ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 1-2 വർഷം മുൻപ് നമ്മുടെ എല്ലാ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ പാടി പുകഴ്ത്തിയ ഒരു നന്മ ഉണ്ടായിരുന്നു. ഗിരിജ എന്ന് പറയുന്ന വ്യക്തി അവർ നടത്തുന്ന അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പെൺകുട്ടിയുടെ പേര് അനാമിക, മകന്റെ പേര് വിഷ്ണു. അന്ന് എല്ലാവരും അത് കൈയടിച്ചു. കാരണം ആർക്കും അങ്ങനെ മനസ്സ് വരില്ല, അനാഥാലയത്തിലുള്ള ഒരു അനാഥ പെൺകുട്ടിയെ അതിന്റെ ഓണറായിട്ടുള്ള വ്യക്തി അവരെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു എന്നുള്ളത് അന്ന് വളരെ വാർത്തയായിരുന്നു. ആ വിവാഹം കഴിഞ്ഞു. കുറച്ച് ടൈം കഴിഞ്ഞു ഈ പെൺകുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അനാമിക വിഷ്ണു എന്നുള്ള പേരിലായിരുന്നു ആ ചാനൽ. ആ ചാനലിലൂടെ നമ്മൾ ആ അനാഥാലയത്തിലെ കാര്യങ്ങളും എല്ലാം അവരുടെ സന്തോഷങ്ങളും എല്ലാം കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗിരിജ എന്ന് പറയുന്ന ഇവരുടെ അമ്മ, ഈ വിഷ്ണുവിന്റെ അമ്മ അല്ലെങ്കിൽ അനാഥാലയം നടത്തുന്ന ആ സ്ത്രീ വിവാഹിതയായി. അവരുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ വീണ്ടും വിവാഹിതയായി. അതും വളരെയേറെ ആഘോഷിക്കപ്പെട്ട വാർത്തയായിരുന്നു. കാരണം മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ മക്കൾ അവരെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇപ്പൊ വളരെ കയ്യടി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് വന്ന് വളരെ വാർത്തയായിരുന്നു. ഈ സമയത്താണ് കുറച്ച് വിവാദങ്ങൾ വരുന്നത്. ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വളകാപ്പ് നടത്തിയത് 5ാം മാസത്തിലായിരുന്നു. ആ കുട്ടി വിവാഹം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി 5ാം മാസത്തിലായിരുന്നു വളകാപ്പ് നടത്തിയത്. അത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചില ചർച്ചകൾ നടന്നു. എന്താണ് 5ാം മാസത്തിൽ നടത്തിയത്, 7ാം മാസത്തിലെ വളകാപ്പ് നടത്തുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. പിന്നീട് ആ പെൺകുട്ടി പ്രസവിച്ചപ്പോ മാസം തികയാതെ എന്ന് വേണമെങ്കിൽ പറയാം, 7ാമത്തെ മാസമോ അങ്ങനെ എന്തോ ആണ് പ്രസവിച്ചത്. എന്നിട്ടും പൂർണ്ണ ആരോഗ്യത്തോടുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയാണ് പ്രസവിച്ചത്. ഈ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് 18 വയസ്സ് മാത്രമേ വിവാഹം കഴിക്കുമ്പോൾ ആയിട്ടുള്ളൂ. അപ്പൊ ആളുകൾ ചിന്തിച്ചു നോക്കിയപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലൊക്കെ കുറെ കുരുട്ടുണ്ടല്ലോ, ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കാൻ, കുറച്ച് പരദൂഷണം അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ ഈ പെൺകുട്ടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. വിവാഹത്തിന് മുൻപേ ഈ കുട്ടി ഗർഭിണിയാവണമെങ്കിൽ 18 വയസ്സിൽ വിവാഹം കൃത്യം 18 വയസ്സാകുമ്പോൾ വിവാഹം കഴിക്കുന്നു. അതിന് മുൻപേ ഗർഭിണിയാവുക എങ്കിൽ പ്രായപൂർത്തിയാവുന്നതിന് മുൻപാണ് ഈ പെൺകുട്ടി ഗർഭിണിയായത്. അതൊന്ന് വളരെ വിവാദമായി. കാരണം ഒരു അനാഥാലയത്തില് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളത് ഭയങ്കര ഒരു കുറ്റകരമായിട്ടുള്ള കാര്യം എന്ന് പറയാം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി അനാഥാലയത്തിലല്ല, എവിടെ ഗർഭിണിയായാലും അത് കുറ്റകരം തന്നെയാണ്. അപ്പോ ഈ ഗർഭിണിയായി എന്നുള്ളത് മറച്ചു വെക്കാനും കേസിൽ പെടാതിരിക്കാനുമാണ് ഈ ഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. മകൻ തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി എങ്കിലും അതൊരു വലിയ വിവാദമായിട്ട് മാറി. അതിനുശേഷം പിന്നീട് പല ആളുകളും പല വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നു. ഈ അനാഥാലയത്തിനെ കുറിച്ചുള്ള കുറേ വെളിപ്പെടുത്തലായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്, അവരെ അറിയുന്ന ആളുകൾ പലരും അനാഥാലയത്തിന് നടന്ന കുറേ കാര്യങ്ങൾ അവർ തീരെ നോക്കുന്നില്ല. അവിടുത്തെ അന്തേവാസികളെയൊന്നും അവർക്ക് നല്ല ഫുഡ് കൊടുക്കുന്നില്ല, പഴകിയ ഭക്ഷണം കൊടുക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവരെ വൃത്തിയായിട്ട് നോക്കുന്നില്ല, അവർ പണത്തിന് വേണ്ടി മാത്രമാണ് ഈ അനാഥാലയം നടത്തുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് അലിഗേഷൻസ് അന്ന് വന്നു. ഇവര് സത്യത്തിൽ സ്വാധീനമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് പോലെ ഈ പെൺകുട്ടിയെ 18 വയസ്സിന് മുൻപ് ഗർഭിണിയായി എന്നുള്ളതിന് ഉള്ള കേസും ഈ അനാഥാലയത്തിലെ ഈ പ്രശ്നങ്ങൾക്കെതിരെയുള്ള കേസും എല്ലാതും പിന്നെ നമ്മൾ തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് കണ്ടത്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല. അവർ പിന്നീടും അനാഥാലയം നടത്തി. കുറച്ച് ദിവസമൊക്കെ അനാഥാലയത്തിൽ എന്തൊക്കെയോ അവിടുത്തെ അന്തേവാസികളെ സർക്കാർ വേറെ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും പിന്നീട് വളരെ നോർമലായി ഇവരെല്ലാം തേച്ച് മായ്ച്ച് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീ വീണ്ടും വിവാഹം കഴിച്ച ആള് ഈ സ്ത്രീയെക്കാട്ടിലും ഒരുപാട് വയസ്സ് കുറഞ്ഞ ആളാണ് എന്നുള്ള വിഷയങ്ങളും അങ്ങനെ സോഷ്യൽ മീഡിയ ഇത് ഒരുപാട് അവരെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള കുറേ ആരോപണങ്ങളെന്ന് കൊണ്ടുവന്നിരുന്നു. പിന്നെ അതൊക്കെ അടങ്ങി. അതിനുശേഷം ഈ പെൺകുട്ടി ആ ചാനൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്ന ദിവസം ആ വീട്ടിൽ വെച്ചിട്ട് വലിയ വഴക്ക് നടന്നിരുന്നു എന്നും ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നും ആ കുട്ടി ഓടി അടുത്ത വീട്ടിലെവിടെയോ പോയി കയറിയെന്നും അതല്ല ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു എന്നും പിന്നീട് അവിടുന്ന് കോംപ്രമൈസ് ആയി എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു, വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ എല്ലാ ആളുകളെയും പരിഹസിക്കുന്ന വിധത്തിൽ ഈ പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഭർത്താവാണെങ്കിലും ഈ ഭർത്താവിന്റെ പെങ്ങളാണെങ്കിലും ഈ സ്ത്രീ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിലും ഒക്കെ രംഗത്ത് വന്നു. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇവള് സ്വന്തം മകളെ പോലെയാണ്, അത്ര സ്നേഹമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. എന്തായാലും ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ഇപ്പോ കുറച്ചായിട്ട് ഈ അനാമികയുടെ ചാനലില് ഗിരിജ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നേ ഇല്ല. ഗിരിജയെ അവരുടെ വേറെ ഏതൊരു പ്രൊഫൈലിൽ 1-2 വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവരെക്കാട്ടിലും ഒരുപാട് 10-20 വയസ്സ് പ്രായം കുറവുള്ള ഭർത്താവിനെ ഏട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള വളരെ സ്നേഹമുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അനാമികയുടെ ചാനലിൽ ഇവരെ ആരും കാണുന്നില്ല. വിഷ്ണു എന്നൊരു വ്യക്തിയെ അല്ലാതെ അതുവരെ ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഈ പറയുന്ന ഗിരിജയുടെ ഭർത്താവ്, അതേപോലെ ഗിരിജയുടെ മകള്, വിഷ്ണുവിന്റെ പെങ്ങളെ ഭർത്താവ്, ഇവരൊക്കെ അടങ്ങിയ വലിയൊരു കുടുംബമായിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമൊക്കെ പങ്കുവെച്ച് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവരെ
ആരെയും കാണാതെയായി. ഈ അനാഥാലയത്തിലുള്ള കാര്യങ്ങളും കാണാതെയായി. ഈ വിഷ്ണു അനാമികയും ഈ അനാഥാലയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയായി. ഇപ്പോ പല ആളുകളും അതിന്റെ അടിയിൽ നിങ്ങൾ അമ്മയോട് മിണ്ടാറില്ലേ, അനാഥാലയത്തിൽ പോവാറില്ലേ, അങ്ങനത്തെയൊക്കെ ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ കമന്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ വ്യക്തമായിട്ട് തന്നെ അനാമിക അമ്മയായിട്ട് ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് മറുപടിയും കൊടുക്കാൻ തുടങ്ങി. അപ്പോ അമ്മ നിങ്ങളെ മകളെ പോലെ ആയിരുന്നല്ലോ കരുതിയിരുന്നത്, എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ വിഷയം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വ്യക്തമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അവരെ അമ്മയെ പോലെ കരുതിയിട്ട് കാര്യമില്ലല്ലോ, അവരെന്നെ മകളെ പോലെ കരുതണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇതൊരു സാധാരണ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വിഷയം. അത് നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട്, എല്ലാ വിവാഹ ബന്ധത്തിലും ഉണ്ടാവാറുണ്ട്. അതിലെന്താണ് ഇത്ര പറയാന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇവർ ഇത്രയും വിഷയങ്ങൾ നടന്ന സമയത്ത് അവരൊരു വലിയ നന്മപരമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അത് അവരെ കടവഴകി വീഴുന്നത്, അല്ലെങ്കിൽ ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ. എന്നിട്ട് അവർ പിന്നെ വീണ്ടും ആ മരത്തിനെ നേരെ വെച്ചിട്ട് അടിയിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഈ വിഷയം വരുന്നത്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, അവര് ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരെയും അല്ലെങ്കിൽ എല്ലാ പ്രായമുള്ള ആളുകളെയും അമ്മയായിട്ട് കരുതാൻ മനസ്സുള്ള ഒരാളായോണ്ടാണ് അങ്ങനെ ഒരു അനാഥാലയം നടത്തുന്നതെന്നാണ് അവര് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സ്വന്തം മക്കളെ പോലെ മകളായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അനാഥാലയം നടത്തുന്നതെന്നൊക്കെയായിരുന്നു ഇത്രയും വിവാദം വന്ന സമയത്ത് അവരുടെ വേർഷൻ. അപ്പൊ ഈ ഒരു അനാഥയായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് ആ ഒരു പെൺകുട്ടിയെ പോലും സ്വന്തം മകളെ പോലെ കരുതാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അവർ ഈ അനാഥരെയൊക്കെ ഇതുപോലെ സ്നേഹിക്കുന്നു, ഇതുപോലെ നോക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ മുൻപൊക്കെ ഇവരെ കൊണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സത്യമാണെന്നാണ് ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് തോന്നുക. അവരുടെ സ്ഥാപനത്തിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അന്തേവാസികളെ ഒരുപാട് ഉപദ്രവിക്കുന്നു, അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള ഒരു മാനസിക വൈകല്യമുള്ള ഒരു സ്ത്രീയെ കൊണ്ടാണ്, ഒരു നഴ്സിംഗ് ജോലിയൊക്കെ അറിയുന്ന ഒരു സ്ത്രീയെ കൊണ്ടാണ് അവിടെയുള്ള എല്ലാ അന്തേവാസികളെയും നോക്കിയിരുന്നത്. അവരുടെ മലവും മൂത്രവും ഒക്കെ എടുത്തിരുന്നത് ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു. അവർക്ക് ആവശ്യമുള്ളൊരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും, എന്ന് വെച്ചാൽ ഒരു ഗ്ലൗസ് പോലും അവർക്ക് കൊടുക്കാറില്ല, ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാറില്ല. ആളുകൾ സംഭാവന കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആളുകൾ സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ഇതുപോലും ഇതിലെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഇവരുടെ വീട്ടിലേക്കും ഇവരുടെ ആവശ്യങ്ങൾക്കും മാറ്റിയിട്ട് ഈ പഴകിയ ഭക്ഷണം 2, 3, 4 ദിവസം ചൂടാക്കിയിട്ടും ചൂടാക്കാതെയും പുളിച്ചിട്ടും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് വന്നിരുന്നു. എന്നിട്ട് പോലും ആളുകൾ അയ്യോ ഇതെന്തൊരു കുറ്റാണ്, എന്തൊരു നല്ലൊരു സ്ത്രീയെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നമുക്കറിയാം അല്ലെ, ചാറ്റ് ചെയ്യുന്നവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാൻ വെട്ടുകളിക്കൂട്ടം വന്നിട്ട് ആകെ ആക്രമിക്കും. നിങ്ങളൊന്നും 10 പൈസ ആർക്കും കൊടുക്കുന്നില്ലല്ലോ, പിന്നെ കൊടുക്കുന്നവരെ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ സർക്കാർ സംവിധാനം, നല്ല സർക്കാർ സംവിധാനം വേണം ഈ കഷ്ടപ്പെടുന്ന ആളുകളെ നോക്കാൻ, അനാഥരായിട്ടുള്ള ആളുകളെ നോക്കാൻ, അസുഖമുള്ള ആളുകളെ നോക്കാൻ നല്ല സർക്കാർ സംവിധാനം വേണം. അല്ലാതെ ഈ അനാഥാലയം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് ആർക്കും പോയിട്ട് കാശുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തുടങ്ങിയിട്ട് ആളുകളെടുന്ന് വെറുതെ കാശും പിരിച്ചിട്ട് കണക്കും ഇല്ലാതെ ഓഡിറ്റും ഇല്ലാതെ തോന്നിയ പോലെ നടത്താനുള്ള അല്ല ഈ അനാഥാലയം എന്ന് പറയുന്നത്. ഒരു സർക്കാർ സംവിധാനം വേണം. അതുകൊണ്ടാണ് ഈ ആളുകൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ സംശയത്തോടു കൂടെ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഈ ചാരിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്നിട്ട് ആഹാ നിങ്ങളൊരു 10 പൈസ ആർക്കും കൊടുക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ കുറ്റം പറയാൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അച്ചായന്റെ കേസാണെങ്കിലും നമ്മൾ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരെ കുറിച്ചും അവരെന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. ഈ ചാറ്റ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർ വീഡിയോ ഇട്ട് എല്ലാവരെയും കാണിച്ച് ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ കാലം തുടങ്ങിയപ്പോഴാണ് അങ്ങനെ വന്നത് കേട്ടോ. അതിനു മുൻപ് അവർ നോട്ടീസ് അടിച്ച് വീടുകളിൽ മുഴുവൻ പോയി പിരിച്ച്, അല്ലെങ്കിൽ ഫോട്ടോയിൽ വലിയ ഫോട്ടോ എടുത്തിട്ട് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്ത് അവിടുന്ന് പാൽപ്പൊടി വാങ്ങി, ഇങ്ങനത്തെയൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും കേൾക്കുന്നതാണ്. എല്ലാവർക്കും, മിക്ക ആളുകൾക്കും ഈ ചാറ്റ് എന്ന് പറയുന്നത് സ്വന്തം കീശ വീർപ്പിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതും ഈ അനാമികയുടെ വിഷയം നമുക്ക് ചേർത്ത് വായിക്കാം. കാരണം അന്ന് അവരത് അത്രയും ഒരു അവരുടെ പേരിന് വേണ്ടി ഹൈപ്പ് ചെയ്തൊരു സംഭവമാണ് ഈ അനാമികയെ അനാഥാലയത്തിൽ നിന്ന് സ്വന്തം മകന് കല്യാണം കഴിച്ചു എന്നുള്ളത്. പക്ഷെ അത് അവരുടെ നിവർത്തികേട് കൊണ്ട് അവർ അത്രയും ദേഷ്യത്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇപ്പൊ തെളിയാണ്. കാരണം അന്ന് ആ പെൺകുട്ടി ആ വിവാഹം കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട്. ആ കുട്ടി ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് സത്യമായിരുന്നു എന്നാണ് ഇപ്പൊ ഇവരുടെ ഈ തമ്മിലുള്ള പിണക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു പിണക്കോ ഇല്ല, അല്ല അവരൊരു നല്ല സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഏത് സാഹചര്യത്തിലും ആ പെൺകുട്ടിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് വിചാരിക്കുക, എന്നാലും അവർക്ക് ആ നല്ല മനസ്സുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ്, അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അതിൻ്റെതായ വാശികളോ ദേഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കി പെരുമാറണം. ആ കുട്ടിയോട് അങ്ങനെ അളച്ച കാണിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാനൊരു മനസ്സില്ലാത്തൊരു സ്ത്രീയാണ് ഈ എല്ലാവരും പറയുന്ന വലിയ നന്മമരായിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ വെറുതെ ഉണ്ടാക്കി പറയുന്ന വാർത്തകളോ ഒന്നുമല്ല. ആ പെൺകുട്ടി
തന്നെ ഒരുപാട് കമന്റുകൾക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റിന് വന്ന കമന്റുകൾക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. അമ്മയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും ഈ അനാഥാലയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും അമ്മ ഞങ്ങളോട് തെറ്റ് ആണ് അല്ലെങ്കിൽ മിണ്ടുന്നില്ല അല്ലെങ്കിൽ എന്നെ മകളായിട്ട് കാണുന്നില്ല, ഞാൻ അങ്ങോട്ട് കരുതിയിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള മറുപടി കൊടുത്തത് ഈ പെൺകുട്ടി തന്നെയാണ്. ഈ പെൺകുട്ടി തന്നെയാണ് പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്നത്. ഇപ്പൊ ഈ വളകാപ്പിന്റെ വീഡിയോ അതിന്റെ ചാനലിൽ ഇട്ടപ്പോഴാണ് ആളുകളൊക്കെ ഇതൊരു പ്രായപൂർത്തിയാവുന്നതിന് മുൻപുണ്ടായ ഒരു ഗർഭമാണെന്നും കേസും പ്രശ്നങ്ങളും ഒക്കെ ആവുന്നത്. അതേപോലെ തന്നെയാണ് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇപ്പൊ ഈ കാണിക്കുന്നതും. ഇത് പിന്നീട് ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യും, പിന്നീടും വിഷയമാവും, പ്രശ്നങ്ങളാവും, ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇത് കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമുക്കത് പറയാനും സാധിക്കും എന്നുള്ളത് പറയാനുള്ളൂ. എന്തായാലും കഴിയുന്നത് നന്നായിട്ട് പോവുക. കാരണം ആളുകൾ ഇത് കുറേയൊക്കെ ജഡ്ജ് ചെയ്യും, എന്താണ് ഇങ്ങനെ വീണ്ടും ഒരു വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. ഇത്രേ പറയാനുള്ളൂ.